അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗിയർ ബോക്സ് സെറ്റിംഗ് ആണ്. മാരുതി 800ൻ്റെ ഒരു ഗിയർ ബോക്സിൻ്റെ സെറ്റിംഗ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അത് ഗിയർ ബോക്സ് പീസാക്കിയ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സെറ്റിംഗ് എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. എന്തായാലും നമ്മൾ ഗിയർ ബോക്സ് അഴിച്ചിരുന്നു. അപ്പോൾ ഗിയർ ബോക്സ് അഴിച്ച സ്ഥിതിക്ക് നമ്മൾ ക്ലച്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് അഴിച്ചു നോക്കി. അതുപോലെ തന്നെ ഫ്ലൈ വീലിൻ്റെ ഓയിൽ സീലും ചെക്ക് ചെയ്തു. അപ്പോൾ ഫ്ലൈ വീലിൻ്റെ ഓയിൽ സീൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മളത് മാറി അത് പുതിയ ഓയിൽ സീലൊക്കെ ഇട്ടതിന് ശേഷം ഫ്ലൈ വീലും ക്ലച്ചൊക്കെ അസംബ്ലിയൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗിയർ ബോക്സ് എല്ലാം നമ്മളിവിടെ പീസാക്കി നിർത്തിയിട്ടുണ്ട്. പീസാക്കിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗിയർ ബോക്സിനകത്തെ നമ്മുടെ മെയിൻ ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങുകൾ പോയിട്ടുണ്ടായിരുന്നു. ആ ബെയറിങ്ങുകൾ പോയതുകൊണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഐഡിയൽ സ്പീഡ് സമയത്ത് ഒരു ഗ്രൗളിംഗ് സൗണ്ട് കേൾക്കുമായിരുന്നു. അപ്പോൾ ഈ ബെയറിങ്ങുകളൊക്കെ നമ്മൾ മാറിയതാണ്, ഈ ബെയറിങ്ങുകളൊക്കെ. അപ്പോൾ എന്തായാലും മാറിയ സ്ഥിതിക്ക് നമ്മൾ ഗിയർ ബോക്സിൻ്റെ ആ ബെയറിങ്ങുകളെല്ലാം നമ്മൾ നല്ല നീറ്റായിട്ടങ്ങ് മാറി വിട്ടു. 4 ബെയറിങ്ങുകളാണ് ആകെ ഉള്ളത്. അപ്പോൾ ആ 4 ബെയറിങ് നമ്മൾ മാറിയിട്ടുണ്ട്. മാറിയതിന് ശേഷം നമ്മുടെ മെയിൻ ഷാഫ്റ്റൊക്കെ അസംബിൾ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. മറ്റു വണ്ടികളെ അപേക്ഷിച്ച് നമ്മുടെ മാരുതിയുടെ ഗിയർ ബോക്സിനെ സംബന്ധിച്ചിടത്തോളം മാരുതിയുടെ ഗിയർ ബോക്സ് 2 പകുതി കഷ്ണങ്ങളായിട്ടാണ്. അത് അലുമിനിയം കേസുള്ള 2 പകുതി കഷ്ണങ്ങളാണ്. അതിനകത്ത് ഒന്നാമത്തെ പകുതി കഷ്ണമാണ് നമ്മൾ ഈ കാണുന്ന ഈ സെലക്ടർ ഫോർക്കും അതുപോലെ തന്നെ ആ ഷിഫ്റ്റ് യോക്കും എല്ലാം വരുന്നതാണ് ഒരു മെയിൻ കേസിങ് എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ പകുതി കഷ്ണമാണ് അത് ഈ കാണുന്ന നമ്മുടെ റിവേഴ്സ് ഐഡലർ ഷാഫ്റ്റും എല്ലാം കൂടി വരുന്ന രണ്ടാമത്തെ ഒരു പകുതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ ഈ സെലക്ടർ ഫോർക്ക് സംവിധാനങ്ങളും എല്ലാം വരുന്ന ഈ ഒരു കേസിങ്ങിനുള്ളിലേക്കാണ് നമ്മുടെ ഷാഫ്റ്റുകളെ ഫിക്സ് ചെയ്യുന്നത്. കാരണം നമ്മൾ മറ്റേ ഗിയർ ബോക്സ് റിവേഴ്സ് സൈഡിൽ വരുന്ന കേസിങ്ങിനുള്ളിലേക്ക് നമ്മൾ ഷാഫ്റ്റുകളെ ഇറക്കി വെച്ചാൽ ഈ ഫോർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് ഫിക്സ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കേസിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഗിയർ ഷാഫ്റ്റിനെ, അതായത് മെയിൻ ഷാഫ്റ്റിനെയും കൗണ്ടർ ഷാഫ്റ്റിനെയും ഫിക്സ് ആക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയതുകൊണ്ട് നമ്മുടെ ഡിഫറൻഷ്യൽ അസംബ്ലിയും ഈ ഒരു ഗിയർ ബോക്സിനുള്ളിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാരുതിയുടെ മെയിൻ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പീസാക്കിയതിന് ശേഷം അസംബ്ലി ചെയ്തതാണ്. ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പം നമ്മൾ ഈ ബെയറിങ് ആദ്യം ഇട്ട് അതിനുശേഷം ഈ ഗിയർ വീലിട്ട് അങ്ങനെ അതെല്ലാം അടുക്കി എടുത്ത് നമ്മൾ ഈ നട്ടിട്ട് വലിച്ചു മുറുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ മെയിൻ ഷാഫ്റ്റ് ഒരു ഒറ്റ യൂണിറ്റായിട്ട് നമുക്കിങ്ങനെ എടുത്ത് കൈ പിടിക്കാം. ഇതിൽ നിന്ന് അങ്ങനെ ഒന്നും ഊരിപ്പോകാനൊന്നും ഇല്ല. ഇത് എങ്ങനെ വേണമെങ്കിലും കമത്തിയാലും ഒന്നും ഊരിപ്പോകുന്നൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് നേരെ നമ്മുടെ ഈ കേസിനുള്ളിലേക്ക് ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഇത് ഉറപ്പിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ്. നമ്മുടെ ഈ 2 ബിയറിങ്ങുകളിലാണ് ഈ മെയിൻ ഷാഫ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ 2 ബിയറിങ്ങുകളിലും ഒരു ഗ്രൂ വെട്ടിയിട്ടുണ്ട്. അത് ഇവിടെയും ഗ്രൂ വെട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ മെയിൻ ഷാഫ്റ്റിൻ്റെ നീളം വലിവ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സ്നാപ്പ് റിങ് വെച്ച് ലോക്ക് ചെയ്താണ് ഇത് നമ്മളിത് മുറുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു രീതിയിലുള്ള ഒരു 3 സ്നാപ്പ് റിങ്ങുകൾ നമ്മുടെ ഗിയർ ബോക്സ് കേസിങ്ങിനുള്ളിലുണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് 2 നമ്മുടെ മെയിൻ ഷാഫ്റ്റിനും 1 നമ്മുടെ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങിനുമാണ് ഉള്ളത്. ആ ബെയറിങ്ങിന് ഗ്രൂ വെട്ടിയിട്ടില്ല, പക്ഷേ ആ ബെയറിങ്ങിന് സ്റ്റോപ്പർ പോലെ ആണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പം ഇത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ ഗിയർ ബോക്സിൻ്റെ ഈ ഒരു ഗ്രൂവിലേക്ക് നമ്മളിതിനെ കൃത്യമായിട്ട് ഫിക്സ് ചെയ്യാൻ പോവാണ്. വളരെ സിമ്പിളാണ്. ഇതിങ്ങനെ അങ്ങോട്ട് ഇറക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതവിടെ നല്ല വൃത്തിയായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രൂവിനുള്ളിലേക്ക് ഈ നമ്മുടെ സ്നാപ്പ് റിങ് കൃത്യമായിട്ട് ഈ ഗ്രൂവിനുള്ളിലേക്ക് വീഴുന്ന രീതിയിൽ നമ്മുടെ മെയിൻ ഷാഫ്റ്റിനെ ഈ കേസിനുള്ളിലേക്ക് ഇറക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫോർക്കുകളും ന്യൂട്രൽ പൊസിഷനിൽ തന്നെ ഈ കേസിനുള്ളിലേക്ക് മെയിൻ ഷാഫ്റ്റ് വീഴുന്ന രീതിയിൽ മെയിൻ ഷാഫ്റ്റിനെ ഇറക്കി വെക്കണം. അപ്പോൾ നമുക്കറിയാം ഇത് ഇറക്കി വെക്കുമ്പോൾ നമ്മുടെ സൈഡൊന്നും മാറിപ്പോകത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2 ചേഞ്ച് ഹബിൻ്റെയും സൈസ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എന്തായാലും തലതിരിഞ്ഞ് പോകത്തൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മെയിൻ ഷാഫ്റ്റ് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കേസിങ്ങിനുള്ളിലേക്ക് ഫിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറക്കി വെച്ചപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ കറക്റ്റ് ആ ഗ്രൂവിനുള്ളിലേക്ക് ബെയറിങ്ങുകൾ സീറ്റായപ്പോൾ നമ്മുടെ ഷാഫ്റ്റ് നല്ല വൃത്തിക്ക്
കറങ്ങുന്നുണ്ട്. ഒരു സ്ട്രെസ്സും അനുഭവപ്പെടാതെ ഷാഫ്റ്റ് കറങ്ങുന്നുണ്ട്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഷാഫ്റ്റാണ് നമ്മുടെ കൗണ്ടർ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ രണ്ട് ബെയറിങ്ങുകളും രണ്ട് എൻഡിലുമുള്ള രണ്ട് ബെയറിങ്ങുകളും നമ്മൾ പുതിയത് മാറ്റിയതിന് ശേഷം റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ കൗണ്ടർ ഷാഫ്റ്റിനെ എടുത്ത് നമ്മുടെ കേസിങ്ങിനുള്ളിലേക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങിൽ പ്രത്യേകിച്ച് ഗ്രൂവോ അതിന് സ്നാപ്പ് റിങ്ങോ ഒന്നും പെട്ടിട്ടില്ല. പകരം നമ്മുടെ ഈ ബാക്കിലുള്ള ബെയറിങ്ങിൻ്റെ അവിടെ ഒരു സ്നാപ്പ് റിങ് അവിടെ നമ്മുടെ കേസിങ്ങിനുള്ളിൽ ഇരിപ്പുണ്ട്. അത് നമ്മൾ സ്റ്റോപ്പർ പോലെ ഈ ബെയറിങ്ങിൻ്റെ സൈഡിൽ കൊണ്ട് നിൽക്കത്തക്ക രീതിക്ക് അങ്ങോട്ട് വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ കൗണ്ടർ ഷാഫ്റ്റ് ഇറക്കി വെച്ചു. അപ്പോൾ നമ്മുടെ ഏതൊരു ഗിയർ ബോക്സിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഒരു 50% പണി കഴിയുന്നത് ഗിയർ ബോക്സ് ന്യൂട്രായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഗിയർ ബോക്സ് ന്യൂട്രാകുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം അത് ഗിയർ ബോക്സ് ന്യൂട്രാണോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. പക്ഷേ നമ്മുടെ കൗണ്ടർ വീലിന് കറക്കുവാണ്. അപ്പോൾ നമ്മുടെ ബാക്കി വീലുകളെല്ലാം തന്നെ ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഗിയർ ബോക്സ് ന്യൂട്രായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഗിയറിലേക്ക് എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കവർ അടച്ചതിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകത നമ്മുടെ മാരുതി ഗിയർ ബോക്സിനുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ ഷാഫ്റ്റും കൗണ്ടർ ഷാഫ്റ്റും എല്ലാം ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിക്സ് ആക്കേണ്ടത് നമ്മുടെ ഡിഫറൻഷ്യൽ കേസ് അസംബ്ലിയാണ്. അത് നമ്മളിത് ഇവിടെ തുടച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കേസിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ രണ്ടറ്റത്തും ഓരോ സ്നാപ്പ് റിങ്ങുകൾ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്നാപ്പ് റിങ്ങാണ് ഇതിൻ്റെ സ്റ്റോപ്പറായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിഫറൻഷ്യൽ കേസ് അസംബ്ലി നല്ല ഭംഗിയായിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കാം. അതിൻ്റെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ ഡിഫറൻഷ്യൽ കേസ് അസംബ്ലിയും ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓയിൽ സീലുകളെല്ലാം ഫിക്സ് ആക്കണം. ഈ ഓയിൽ സീലുകൾക്കെല്ലാം തന്നെ പ്രത്യേകതയുണ്ട്. ഓയിൽ സീലിനെല്ലാം അതിൻ്റെ സീലാകുന്ന വശത്തേക്ക് ഓരോ തടിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം നമ്മളത് ഫിക്സാക്കി ബോണ്ടിട്ട് വെക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടവഴിയെല്ലാം ഓയിൽ ലീക്കാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഓയിൽ സീല് എല്ലാം ആനാവുകൊണ്ട് വെച്ചിട്ട് ഫിക്സ് ആക്കാം. അതുപോലെ കവറിനും എല്ലാം നമ്മൾ ഓയിൽ സീല് ഫിക്സ് ആക്കുന്ന പോലെ തന്നെ കവറിൽ നമ്മൾ ആനാവുകൊണ്ട് തൂക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഓയിൽ സീലുകളെല്ലാം ബോണ്ടൊക്കെ ഇട്ട് നല്ല റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കവറിട്ട് നമുക്കത് വൃത്തിയായിട്ട് അടയ്ക്കാം. അപ്പോൾ നമ്മൾ കവർ അടയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഐഡൽ ഗിയർ നമ്മുടെ ഈ കാണുന്ന ഒരു ഫോർക്കിലേക്ക് വ്യക്തമായിട്ട് ഇറങ്ങിയിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ കവറിനെ അങ്ങോട്ട് അടയ്ക്കാം. അപ്പോൾ നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ഫുൾ സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് കയറ്റി ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ ഫിറ്റിംഗ് വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഗിയർ ബോക്സ് ഫുൾ സെറ്റിങ് മാത്രമേ ഇതിൽ ഉൾപ്പെടുന്നത്. അത് ഒത്തിരി ലെങ്തി ആയി പോകും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഫിറ്റിംഗ് വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.